നവംബർ മാസം 5-ാം തീയതി വിശുദ്ധ സക്കറിയാസിന്റെയും വിശുദ്ധ എലിസബത്തിന്റെയും ഓർമ്മദിനം. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് അബിയായുടെ വംശത്തിൽ ജനിച്ച ഒരു പുരോഹിതനാണ് സക്കറിയാസ്. ദൈവം എന്നെ സ്മരിച്ചു എന്നാണ് സക്കറിയാസ് എന്ന പേരിന്റെ അർത്ഥം. അഹറോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് ആയിരുന്നു സക്കറിയാസിന്റെ ഭാര്യ. ദൈവത്തിന്റെ ഭവനം എന്നാണ് എലിസബത്ത് എന്ന പേരിന്റെ അർത്ഥം. എലിസബത്ത് വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് മക്കളില്ലായിരുന്നു. ഇരുവരും വയോവൃദ്ധരുമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ധൂപാർപ്പണ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, സക്കറിയാസെ, ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്കറിയാസ് ഈ വാക്കുകൾ വിശ്വസിച്ചില്ല. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചതാണ്. അവ നീ വിശ്വസിക്കാത്തത് നിമിത്തം ഇത് സംഭവിക്കുന്നത് വരെ സംസാരശേഷി നഷ്ടപ്പെട്ട് നീ ഊമനായിരിക്കും. മലാഖയുടെ വചനം പോലെ തന്നെ സംഭവിച്ചു. എലിസബത്ത് ഗർഭവതിയായി. ഗബ്രിയേൽ മാലാഖ ഈ സന്ദേശം മംഗളവാർത്താ വേളയിൽ പരിശുദ്ധ അമ്മയെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് ദൈവമാതാവ് ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയത്തെ ദൈവത്തിന്റെ അമ്മ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് എലിസബത്താണ്. എലിസബത്ത് യഥാകാലം ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടിക്ക് പേര് കൊടുക്കേണ്ട ദിവസം വന്നപ്പോൾ യോഹന്നാൻ എന്നാണ് പേര് എന്ന് എലിസബത്ത് പറഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിൽ ആർക്കും പേര് ഇല്ലല്ലോ എന്ന് ചിലർ വാദിച്ചപ്പോൾ പിതാവിന്റെ അഭിപ്രായം എഴുതി കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. യോഹന്നാൻ എന്നായിരിക്കണം അവന്റെ പേര് എന്ന് എഴുത്തുപലകയിൽ അവൻ എഴുതി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. സക്കറിയാസ് ദൈവത്തെ സ്തുതിച്ചും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന സങ്കീർത്തനം പാടി. പ്രസ്തുത സങ്കീർത്തനത്തിൽ സക്കറിയാസ് ഇങ്ങനെ പ്രവചിച്ചു, കുഞ്ഞെ, അത്യുന്നതന്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുൻപേ പോകും. നമ്മളും അങ്ങനെയായിരുന്നുവെങ്കിൽ. ലോകത്തെ വെറുത്ത് സ്വർഗരാജ്യത്തിലേക്ക് നീങ്ങുന്നതാണ് സർവോത്കൃഷ്ടമായ വിജ്ഞാനം. വിശുദ്ധ സക്കറിയാസിന്റെയും വിശുദ്ധ എലിസബത്തിന്റെയും ഈ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അസാധ്യതകളെ പോലും സാധ്യതയിലേക്ക് മാറ്റുന്ന ഈശ്വര കൃപ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പുണ്യവാന്റെയും ഈ പുണ്യവതിയുടെയും ഓർമ്മദിനത്തിന്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.